എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ബീട്രൂട്ട് അച്ചാറിന് വേണ്ടി ഒരു വലിയ ബീട്രൂട്ട് തൊലി ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാന്താരി മുളകോ പച്ചമുളകോ എടുക്കാം. ഇതിൽ മുളക് പൊടി നമ്മൾ ഒട്ടും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിന് ആവശ്യമായ മുളക് നമുക്ക് എടുക്കാം. കാന്താരി ആയതുകൊണ്ട് നമ്മൾ അരിഞ്ഞിടണ്ട. പച്ചമുളക് ആണേൽ വട്ടത്തിലൊന്ന് നമുക്ക് അരിഞ്ഞിടാം. ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി പൊളിച്ച് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കടുക്, വിനാഗിരി, പിന്നെ ഉപ്പ്. ഇനി ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ കനം കുറച്ച് നമുക്ക് മുറിക്കാം. ഒത്തിരി കട്ടി കുറഞ്ഞു പോകാതെ മുറിക്കണം. ഇനി ഇത് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, കറിവേപ്പില ഇത്രയും നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചേർക്കണം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണ്. ബീട്രൂട്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ബീട്രൂട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വിനാഗിരി ചേർക്കണം. ഇപ്പോൾ 18 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുവാണ്. വെള്ളം ഒട്ടും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് അച്ചാർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്